അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടീനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തായാലും ഉറപ്പായിട്ടും കാണിക്കുന്നതാവും. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ കുട്ടന്മാർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊന്ന് മറ്റേതാണ്ട് ഓടിക്കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കണ്ടല്ലോ രണ്ടുപേരും. അപ്പോൾ ഇവരൊരു കവറിനകത്തെല്ലാം ഒരു ചെറിയൊരു ഇതുണ്ട്, അതിനകത്ത് ഇട്ടുകൊണ്ട് പോകണം. അപ്പം റോഡിലെത്തുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഇവർ ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് പേടിച്ചോടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴേ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവണം. പൂച്ചക്കുട്ടികളെത്താ അങ്ങനെ പൂച്ചക്കുട്ടികൾ ചാടാനും ഓടാനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം കുറേ ഓട്ടോറിക്ഷകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒച്ച കേട്ടൊക്കെ ഇത് ഇങ്ങോട്ടും ചാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാസ്ക് ഇടാട്ടോ, കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മാസ്ക് ഇട്ടേ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് മാസ്ക് കൂടിയിരിക്കുന്നത്. ചാടാൻ നോക്കുകയാണ്, ഇത് കണ്ടോ നിങ്ങൾ, ചാടാൻ നോക്കുകയാണ് നമ്മുടെ കുരുത്തകൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നിറച്ച് പുഴയാണ്. ഞാൻ പുഴയുടെ പാലത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിറച്ചും പുഴയാണ്. വെള്ളം പൊങ്ങിയോന്നൊരു ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ പോവാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോനെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൺഫ്ലവർ അല്ലെ, സ്മോൾ സൺഫ്ലവേഴ്സാണ് ഇതൊക്കെ. അതാണ് നമ്മുടെ ലിൻസി. നമുക്ക് അങ്ങനെ നമ്മൾ മൃഗാശുപത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഡോക്ടർ. നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളെല്ലാം നിൽക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മൃഗാശുപത്രിയിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞ ഞാൻ ഈ പേക്കുള്ള മരുന്നെന്ന് പറഞ്ഞാൽ ടി എന്നാണ് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ വാ, നമ്മുടെ പൂച്ചക്കുട്ടി നമ്മുടെ പുറകെയാണ്.
നടത്തിക്കുവാണ്. അതെന്നാന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ നടത്തിക്കുവാണ്. വാ. അവിടെ പണി വെക്കുന്നു കേട്ടോ. അവൾ പേടിച്ച് പോയിട്ടോ. ഞാൻ അവളിങ്ങനെ എടുത്തു കേട്ടോ. അതിനവൾ നടക്കാൻ വേണ്ടി കരയാണ്. ഇത് കണ്ടോ, നടക്കാൻ വേണ്ടി കരയുക. സഞ്ചിയും താഴെ പോയി. വിക്കീത കേട്ടോ, അല്ലേ അത് വേറെ ഒന്നല്ല കേട്ടോ, തുപ്പിൽ വിക്കീത. അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി പോയി കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിടാം. ചോറിട്ട് ഇടയ്ക്കൊക്കെ ചെറിയൊരു വെട്ടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിൽക്കട്ടോ, ഞാൻ അവളൊന്ന് ഇറക്കി വിട്ട് കാണാൻ വാ, കൂടെ വാ, അങ്ങോട്ട് പോകരുത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിരിക്കും ഞാൻ ഈ പേയ്ക്കുള്ളതിന് ടി എന്നാണ് വിചാരിച്ചത്. അപ്പം ടി വെക്കുന്നത് മറ്റേ നമ്മൾ മുറിവൊക്കെ ഉണ്ടായാലാണ് ടി വെക്കുക. ഞാൻ പേയ്ക്ക് വാ. അപ്പോൾ വാ. എവിടെ ഇങ്ങനെ നിൽക്കലും ചെയ്യണിങ്ങനെ പിടിക്കട്ടോ, ഇപ്പം വരാം. അപ്പോൾ ടിക്കുള്ള മരുന്നാന്ന് ഓർത്തിട്ടാണ് ഞാൻ പേയ്ക്കുള്ള മരുന്ന് ഓർത്തത്. അപ്പോൾ അതിന് ഒന്നിന് 100 എത്ര ഡേയ്സ് അതിനുള്ള മരുന്നിന് എത്രയാന്ന് പറഞ്ഞേ? ആ മരുന്നിന് എത്രയാന്ന് പറഞ്ഞേ? 150 കേട്ടോ. അപ്പോൾ 2 പൂച്ചകൾക്കും വേണം. ടോട്ടല് 250 എന്തെങ്കിലും വേണം. അപ്പോൾ അത് ആശുപത്രിയിലേക്കാണ് പോകേണ്ടത്. അപ്പം ആശുപത്രിയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അരീക്കോട് പോയാണ് മേടിക്കുന്നത്. ഞങ്ങളിവിടെ വെറ്റിലപ്പാറയിലല്ലേ, അപ്പോൾ അരീക്കോട് പോയി മേടിക്കണം. അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കും. അപ്പോൾ അവൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ ഒന്ന് ചാക്കിലിടട്ടെ കേട്ടോ. ഇത് നല്ലിട ഇറങ്ങി ഓടാൻ വേണ്ടി കാത്ത് നിൽക്കാണ് നമ്മുടെ കുട്ടന്മാരിതാ എൻ്റെ ഉള്ളിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്നുണ്ട്. പറഞ്ഞോ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 2 സൈഡിൽ ശരിക്കും കാണുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ട് കാണാവില്ലേ. എടി എൻ്റെ ഓടുന്നു. അപ്പുറത്തെത്തിക്കഴിഞ്ഞ് കാണാം കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൂച്ചയ്ക്ക് ചെറിയ ഒരു കാലിന് നടക്കുന്നതിന് ഒത്തിരി പ്രോബ്ലം ഉള്ളൂ, അല്ലാതെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മൃഗാശുപത്രി പോകുമ്പോൾ, അതായത് പൂച്ചയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ഞങ്ങൾ നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി എടുത്തിട്ട് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു.